സാധാരണയായി നമ്മൾ ടാരോ യൂസ് ചെയ്താണ് റീഡിംഗ് എടുക്കാറുള്ളത്. ഈ ഒരു നിമിഷം, ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലൊന്ന് ഓർക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു പെൻഡുലം ഡൗസിങ്ങിലൂടെ അതിൻ്റെ ആൻസർ യെസ് ഓർ നോ എന്ന് നോക്കാവുന്നതാണ്. ഇതൊരു ജനറിക് ആയിട്ട് നോക്കുന്നതാണ്. ഓക്കെ, സോ ഇതിന്റെ നമ്മുടെ എനർജി ഇപ്പൊ നോക്കുന്ന ഞാനുമായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജിയുമായി സിങ്ക് ആവുന്നവർക്കായിരിക്കും ഇത് കൂടുതൽ കണക്റ്റ് ആവുന്നത്. എനിവേ, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് യെസ് ഓർ നോ എന്ന് അറിയേണ്ട ആ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മൈൻഡിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് ആ ഒരു ക്വസ്റ്റ്യൻ പെൻഡുലത്തിനോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, dear pendulum, are you ready with me? Okay, please stop. Thank you. ഈ ഒരു ടൈം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ, ഈ വീഡിയോ കാണുന്ന ആളുടെ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ, അതിന് യെസ് ആണോ നോ ആണോ ആൻസറായി വരിക എന്നുള്ളതൊന്ന് പറയുമോ? ഡിയർ പെൻഡുലം, പ്ലീസ് ആൻസർ ദ ക്വസ്റ്റ്യൻ. പ്ലീസ്. ഓക്കെ, യെസ് എന്നാണ് പെൻഡുലം കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ യെസ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് പെൻഡുലം, പ്ലീസ് സ്റ്റോപ്പ്, പ്ലീസ്. ഓക്കെ, ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഈ ഒരു ടൈമിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ചോദ്യം അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അതിനുള്ള ഉത്തരം എസ് എന്നാണ്. സോറി. ഓക്കെ, അത് നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിരുന്നത് അതിന് എസ് എന്നുള്ള ഉത്തരവാണ് പെൻഡുലം തന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു എനർജിയുമായി കണക്റ്റ് ആവുന്നവർക്ക് ആയിരിക്കും ഇത് കൂടുതൽ വർക്കാവുക. സോ ഓക്കെ, hope you like this video. Stay tuned and